Hello dear students, welcome to the 12th lecture of the redemption of the debentures. This is the last lecture regarding the redemption of the debentures. In this lecture, we are going to discuss the problems relating with the redemption of debentures, that means cum-interest and the ex-interest. So what are the problems relating with the cum-interest and the ex-interest? Okay, and before that, what you mean by the term is the cum-interest. The cum-interest means, cum means is inclusive of the interest. That means it's a cumulative or the inclusive of the interest. That's a term by the cum-interest. It means price paid by the company for the debentures. The price paid by the company for the debentures include the amount of the interest. അതായത് നിങ്ങൾ ഡിബഞ്ചർ വാങ്ങിക്കാൻ കൊടുക്കുന്ന പൈസയിൽ എന്ത് ഇൻക്ലൂഡ് ആണ്, ഇൻട്രസ്റ്റ് അടക്കം ഇൻക്ലൂഡ് ആണ്. The term is known as the cum-interest. That is a price paid by the company for the debentures include the interest for the period. കാരണം ആ എമൗണ്ടിൽ ഇൻട്രസ്റ്റ് അടക്കം ഇൻക്ലൂഡ് ആണ്. അതിനെ പറയുന്ന പേരാണ് ദാറ്റ്സ് എ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ദാറ്റ്സ് കൊട്ടേഷൻ. കമ്പനി ഡിബഞ്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസയിൽ ഇൻട്രസ്റ്റ് അടക്കം കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ദാറ്റ്സ് എ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. അപ്പം അതുകൊണ്ട് നമ്മുടെ കോസ്റ്റ് ഡിബഞ്ചർ പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ കോസ്റ്റ് പറഞ്ഞാൽ പ്രൈസ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയറി. അതുകൊണ്ട് അവിടുത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൈസ് നിങ്ങൾ എന്ത് കൊടുത്തു അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് വരുന്നതായിരിക്കും നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ നമ്മൾ ഉദ്ദേശിക്കുക. ദാറ്റ് ഇസ് എ ടേം റിലേറ്റിംഗ് വിത്ത് cum-interest, and this is the cost debenture regarding the cum-interest, the price paid minus interest for the expiry period. Okay, and there are two situations under the cum-interest with two entries. One is the debentures purchase for the immediate cancellation. Immediate cancellation പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എൻട്രി യൂസിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുക ഹോൾഡിംഗ് ആസ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അസ്യൂം ചെയ്യുക. രണ്ട് സിറ്റുവേഷൻ cum-interest നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത്. വൺ ഈസ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ, അനദർ വൺ ഈസ് ഹോൾഡിംഗ് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ്. ഇമീഡിയറ്റ് ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രോഫിറ്റ് എന്നുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഇൻ കേസ് ഹോൾഡിംഗ് ആസ് ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പ്രോഫിറ്റ് എന്നുള്ള പോസിബിലിറ്റീസ് അവിടെ വരില്ല. നോർമലി പ്രോഫിറ്റ് തന്നെയാണ് അധികം സംഭവിക്കുക. സോ ഇൻ ദ ഫസ്റ്റ് സിറ്റുവേഷൻ ദ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ഫോർ ദ ഇമീഡിയറ്റ് ക്യാൻസലേഷൻ വാസ് എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് interest on debenture account at to bank to profit on the redemption of the debentures. That is the entry regarding the immediate cancellation. അപ്പോൾ അവിടെ പ്രോഫിറ്റ് വരെയുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ ഇവിടെ എന്താ ഡിബഞ്ചർ എമൗണ്ട് മീൻസ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ. കോസ്റ്റ് ഡിബഞ്ചർ മീൻസ് പ്രൈസ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയറി പീരീഡ്. ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഇവിടെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എഴുതുക. നോർമലി ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയറി പീരീഡ് ആണ് എഴുതുക. ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് അടച്ച എമൗണ്ട് എഴുതുക. എമൗണ്ട് പെയ്ഡ് ആണ് എഴുതുക. ഇവിടെ ബാക്കിയുള്ള എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യും. That is the first entry, the immediate cancellation. And another one is the debenture purchase for holding as investment at holding but entry on debentures account at interest on debenture account at to bank account. Then on debenture means cost debentures, interest debenture means interest for the expiry period to bank. That's the amount paid. Okay, so that is the second. These are two situations. Under situation I pulled where one is immediate cancellation, another one is holding as investment. So it's very important note is the when on debenture purchased invest there will be no profit or loss. ഇവിടെ നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പ്രോഫിറ്റ് ലോസ് വരാനുള്ള ചാൻസ് ഇല്ല. സപ്പോസ് പ്രോഫിറ്റ് ലോസ് ഓൺ ദ റിഡംഷൻ വിൽ ഒക്കർ അറ്റ് ദ ടൈം ഓഫ് ദ ക്യാൻസലേഷൻ. ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ മാത്രമേ പ്രോഫിറ്റ് വരുള്ളൂ. ദാറ്റ് ഇസ് ലോസ്. ക്യാൻസലേഷൻ ഉള്ള സമയത്ത് മാത്രമേ പ്രോഫിറ്റ് എന്ന കൺസെപ്റ്റ് വരാനായിട്ടുള്ള ചാൻസ്, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ഓർ റിഡംഷൻ സംഭവിക്കാനുള്ള പോസിബിലിറ്റീസ് ഉള്ളൂ. ദാറ്റ് ഇസ് ദ റൂൾസ് റിഗാർഡിംഗ് ദ cum-interest quotation. ആൻഡ് വാട്ട് ഇസ് ex-interest quotation? X means it is exclusive. അല്ല നമ്മൾ പറയാറില്ല വിത്തൗട്ട് ഓഫ് ദ ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് പ്രൈസ് പെയ്ഡ് ബൈ ദ മീൻസ് പ്രൈസ് പെയ്ഡ് ബൈ ദ ഡിബഞ്ചേഴ്സ്. എമൗണ്ടിന് ഡിബഞ്ചർ വാങ്ങിക്കാൻ അടയ്ക്കുന്ന പൈസയിൽ എന്തുണ്ടാവില്ല, ഡിബഞ്ചറിൽ എന്തുണ്ടാവില്ല, ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു എമൗണ്ട് ആയിരിക്കും അവിടെ കൂട്ടി ചെയ്തിട്ടുണ്ടായിരിക്കുക. ദ ടേം ഈസ് നോൺ ആസ് യുവർ ദ എക്സ് ഇൻട്രസ്റ്റ്. cum-interest ആണ് ഇൻട്രസ്റ്റ് അടക്കമുള്ള എമൗണ്ട് കോട്ട് ചെയ്യും. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത എമൗണ്ട് ആണ് കോട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ദിസ് മീൻസ് ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദ ഡിബഞ്ചർ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയറി പീരീഡ്. ദ ടേം ഈസ് നോൺ ആസ് യുവർ ദ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. സോ അതുകൊണ്ട് അവിടുത്തെ കോസ്റ്റ് ഡിബഞ്ചർ പറഞ്ഞാൽ പ്രൈസ് പെയ്ഡ് ചെയ്ത് എന്താണ്, അതാണ് അവിടുത്തെ കോസ്റ്റ് ഓഫ് ദ ഡിബഞ്ചർ ആയിട്ട് അസ്യൂം ചെയ്യുക. അവിടെയാണെങ്കിൽ ഇൻട്രസ്റ്റ് കുറയ്ക്കണം, ഇവിടെയാണെങ്കിൽ പ്രൈസ് പെയ്ഡ് നമുക്ക് നേരിട്ട് കോസ്റ്റ് ആയിട്ട് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് എന്താണ് അവിടെ ഒരിക്കലും ഇൻട്രസ്റ്റിനെ അവർ കൺസിഡർ ചെയ്യുന്നില്ല. ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ്. ദ ടേം ഈസ് നോൺ ആസ് ദ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. Okay, and these are the entries. ഇതുപോലെ രണ്ട് സെയിം സിറ്റുവേഷൻ. വൺ ഈസ് ഇമീഡിയറ്റ് ക്യാൻസലേഷൻ, അനദർ വൺ ഈസ് പർച്ചേസ് ആസ് എ ഇൻവെസ്റ്റ്മെന്റ്. അവിടെ പറഞ്ഞ അതേ രണ്ട് എൻട്രീസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷെ ഇവിടെ എഴുതുന്ന എമൗണ്ടിൽ മാത്രം ചേഞ്ച് വരും. ഡിബഞ്ചർ മീൻസ് കോസ്റ്റ് ഡിബഞ്ചർ ആണ്. കോസ്റ്റ് ഡിബഞ്ചർ മീൻസ് പ്രൈസ് പെയ്ഡ് ആണ്. then ഇവിടെ ഇൻട്രസ്റ്റ് എക്സ്പയറി പീരീഡ് ആണ്. ബാങ്ക് അക്കൗണ്ട് കാണിക്കുന്ന ടോട്ടൽ എമൗണ്ട് പെയ്ഡ് പ്ലസ് ദാറ്റ് ഈസ് എ കോസ്റ്റ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൂട്ടണമെന്നാണ് ഇവിടെ കാണിക്കേണ്ടത്.
പിന്നെ ഇവിടെ നോർമലി പറയാം പ്രോഫിറ്റ് വരാണത് ക്യാൻസലേഷന് മാത്രമേ പ്രോഫിറ്റ് വരുള്ളൂ. ബാലൻസ് ഫിഗർ തന്നെയാണ് അവിടെ നോർമലി വരാറ്. ദെൻ ഡിബഞ്ചേഴ്സ് പർച്ചേസ്ഡ് ആസ് എ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് എന്ന കൺസെപ്റ്റ് ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് ഡിബഞ്ചർ അക്കൗണ്ട് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഡിബഞ്ചർ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ നമ്മൾ പ്രൈസ് പെയ്ഡ് ടുവേഴ്സ് ഡിബഞ്ചർ എത്രയാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ അത് കാണിക്കുക. ദെൻ ഇൻട്രസ്റ്റ് ഇവിടെ കോട്ട് ചെയ്യും. ഫോർ ദ എക്സ്പയറി പീരീഡ് അവിടെ കോട്ട് ചെയ്യും. ദാറ്റ് ഇസ് എ റൂൾ റിഗാർഡിംഗ് ദ എക്സ് ഇൻട്രസ്റ്റ്. സെയിം എൻട്രി തന്നെ ഫിഗേഴ്സ് എഴുതുന്ന ഫിഗറിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. എക്സ് ഇൻട്രസ്റ്റിൽ വരുമ്പോഴും എൻട്രീസിന് മാറ്റില്ല, എഴുതുന്ന ഫിഗേഴ്സിന് മാത്രമേ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് പ്രോബ്ലം. A limited purchase its own debenture, its own 12% debenture. A limited purchase ചെയ്യുന്നത് 12% debenture rupees 30,000 വാങ്ങിക്കുന്ന വില 30,000 രൂപയാണ്. അതിൻ്റെ ഫേസ് വാല്യൂ 100 രൂപയാണ്. ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ 100 ആണ്. അപ്പോൾ മാക്സിമം 300 ഷെയർ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. ടോട്ടൽ ഡിബഞ്ചറിൻ്റെ വാല്യൂ 30,000, ദ ഫേസ് വാല്യൂ ഇസ് 100. അത് 98 റുപ്പീസാണ് വാങ്ങിക്കുന്നത്. പർച്ചേസിന് 98 രൂപയ്ക്കാണ്. A limited purchase its own 12% debenture rupees 30,000 ഉണ്ടായിരുന്ന 30,000 ഉണ്ടായിരുന്ന ഫേസ് വാല്യൂ rupees 100 each at rupees 98 on 1st April 2009. Interest is payable on 30th June and 31st December in every year. 31st ജൂണും 31st ഡിസംബറിലും അത് ഇൻട്രസ്റ്റ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. Give the journal entries in the book of the A limited. ആസ് എ കൊട്ടേഷൻ cum-interest പകരം ex-interest പകരം ആ കൊട്ടേഷൻസ് അവിടെ ക്ലോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞില്ല. ബുക്ക് അവസാനിക്കുന്നത് ഡിസംബറിൽ തന്നെ, ബുക്ക് ക്ലോസ് ചെയ്യുന്നത് ഡിസംബറിലാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് cum-interestും ex-interest പകരമുള്ള കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഡിബഞ്ചറിൻ്റെ വാല്യൂ 30,000 ആണ്. ടോട്ടൽ ഡിബഞ്ചറിൻ്റെ വാല്യൂ 30,000. അപ്പോൾ നമുക്ക് അറിയണം എത്ര ഡിബഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അത് കണ്ടുപിടിക്കേണ്ടി വരും. ടോട്ടൽ ഡിബഞ്ചർ 30,000, ദ ഫേസ് വാല്യൂ 100 ആണ്. അപ്പോൾ 30,000 ഡിവൈഡ് ബൈ ദ 100, 300 ഡിബഞ്ചേഴ്സ് ആണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവുക. അതിൻ്റെ ഫേസ് വാല്യൂ നോക്കുമ്പോൾ 300 ഡിബഞ്ചേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. 300 ഡിബഞ്ചേഴ്സ് അവർ പർച്ചേസ് ചെയ്ത് 98 രൂപയ്ക്കാണ് മാർക്കറ്റിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ്സ് ലോജിക്. അപ്പോൾ ഇതാണ് ഓർമ്മയിൽ വെക്കേണ്ടത്. A limited purchase its own debenture, അവരുടെ തന്നെ ഡിബഞ്ചർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പോവാണ്. 12% ഡിബഞ്ചറാണ്. അപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നത് 30,000 രൂപയാണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫേസ് വാല്യൂ 100 ആണ്. അപ്പോൾ എത്ര ഡിബഞ്ചർ ഉണ്ടായിരുന്നു നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കും. 300 ഡിബഞ്ചറാണ് അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. ആ 300 ഡിബഞ്ചേഴ്സ് അവർ വാങ്ങിക്കുന്നത് എത്രയാണ്? 98 റുപ്പീസിനാണ് അവർ വാങ്ങിക്കുന്നത്. എന്നാണ് വാങ്ങിക്കേണ്ടത്? 1st April 2009 അവർ വാങ്ങിക്കേണ്ടത്. അതിന് ഇൻട്രസ്റ്റ് ശ്രദ്ധിക്കണം. 30th ജൂണിന് അത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. ദെൻ 31st ഡിസംബറിന് ഇവിടെ കൊടുക്കണം. പേപ്പറിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ജൂണിലായിരിക്കും ഓട്ടോമാറ്റിക്കലി അത് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം 30th ജൂണാണ് നിയറസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് കോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ cum-interest പകരം ex-interest പകരം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ ക്യാൻസലേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 ക്ലാസിഫിക്കേഷനെ വരാം. വൺ ഈസ് ഇമീഡിയറ്റ് ക്യാൻസലേഷൻ, അനദർ വൺ ഈസ് എ പർച്ചേസ്ഡ് ആസ് ഇൻവെസ്റ്റ്മെന്റ്. ക്യാൻസലേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക ദാറ്റ് ഇസ് ആസ് എ ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ, ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇറ്റ്സ് ഇമീഡിയറ്റ് ക്യാൻസലേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ക്യാൻസലേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യുക ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് നമ്മൾ അത് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാൻസലേഷനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്ത് ഇൻവെസ്റ്റ്. സോ വി ക്യാൻ അസ്യൂം ദ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ആസ് എ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് അസ്യൂം ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ആസ് എ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഡിബഞ്ചർ നമ്മൾ കണ്ടുപിടിച്ചു. 300 ഡിബഞ്ചേഴ്സ് ഉണ്ട്. വാങ്ങിക്കുന്നത് 98 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് cum-interest ആണ്. cum-interest എന്താണ് ഫോം ജേണൽ എൻട്രി? ആസ് പെർ ദ cum-interest ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ക്യാൻസലേഷൻ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓൺ ഡിബഞ്ചർ മീൻസ് കോസ്റ്റ് ഡിബഞ്ചർ. കോസ്റ്റ് ഡിബഞ്ചർ ആണ്. കോസ്റ്റ് ഡിബഞ്ചർ പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോസ്റ്റ് ഡിബഞ്ചർ പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് എക്സാക്ട് കോസ്റ്റ്. എത്രയാണ് കോസ്റ്റ് വേണ്ടി? ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് 300 × 98, 29,400 ആയിരിക്കും നോർമലായിട്ട് അതിൻ്റെ പ്രൈസ് വരാം അല്ലേ. ഇവിടെ കോസ്റ്റ് ഡിബഞ്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇൻട്രസ്റ്റ് നമുക്ക് നോക്കി കാണാൻ സാധിക്കും. പർച്ചേസ് ചെയ്യണത് 1/4/2009. അപ്പോൾ ആദ്യത്തെ ഇൻട്രസ്റ്റ് വരുന്നത് ജൂണിലായിരിക്കും. അപ്പോൾ 3 മാസം ഏപ്രിൽ മെയ് ജൂൺ 3 months അവിടെയാണ് വരുന്നുള്ളൂ. അപ്പോൾ 30,000 ദാറ്റ് 30,000 ഈസ് ദ വാല്യൂ ഓഫ് ദ ഡിബഞ്ചർ. വാല്യൂ ഓഫ് ദ ഡിബഞ്ചർ 30,000. 30,000 ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് 12% ഇസ് എ 12%, 12/100 ഇൻറ്റു 3 months ഏപ്രിൽ മെയ് ജൂൺ 3 മാസമാണ് ഫസ്റ്റ് ഇതിൽ വരുന്നത്. അപ്പോൾ 3/12 900 ആണ് ഇൻട്രസ്റ്റ് വരാം. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഏപ്രിൽ വാങ്ങിച്ചു, ജൂണിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു. ജൂണിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ നമുക്കറിയാം എന്താണ്
3 മാസമാണ് അവിടെ ഇൻട്രസ്റ്റിന് വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ കാൽക്കുലേഷൻ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കണം. പ്രൈസ് പെയ്ഡ് എത്ര അടയ്ക്കുന്നത് 300 ഡിബഞ്ചർ, അതിനെ കൊടുക്കുന്ന പൈസ 98 രൂപയാണ്. 300 × 98 29,400. അപ്പോൾ കോസ്റ്റ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈസ് പെയ്ഡ്, അതായത് 29,400 ഇൻട്രസ്റ്റ് കുറയ്ക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് നമുക്ക് 1 ഏപ്രിൽ തൊട്ട് ജൂൺ വരെയാണ് വരുന്നത്, 3 മാസം. ഏപ്രിൽ തൊട്ട് ജൂൺ വരെ 3 മാസം. 30,000 ആണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത്. 30,000 × 12/100 × 3/12 900 ആണ്. അപ്പോൾ എത്രയാണ് അവിടുത്തെ എക്സാക്റ്റ് ആയിട്ട് വരുന്ന പ്രൈസ് പെയ്ഡ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പ്രൈസ് പെയ്ഡ് 29,400 ഓൺ ഡിബഞ്ചർ മീൻസ് നമുക്കറിയാം നമുക്ക് എന്നെ കാണാൻ സാധിക്കും. Cum-Interest പ്രകാരം പ്രൈസ് പെയ്ഡ് കോസ്റ്റ് ഡിബഞ്ചർ മീൻസ് പ്രൈസ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയറി പീരീഡ്. ദ പ്രൈസ് പെയ്ഡ് ഹിയർ 29,400. 29,400 minus interest 900, so 28,500. That is the on debenture value. That's the on debenture value. On debenture value means a cost debenture. Cost debenture price paid minus interest ആണ്. Price paid 29,400 ആണ്. 29,400 ഇൻട്രസ്റ്റ് 900 ആണ്. അപ്പോൾ 28,500 ആണ് എന്ത് വരുന്നത് നമ്മുടെ on debenture. Then interest amount calculated is 900. Interest amount is 900. Then to bank account 29,400. 29,400 ആണ് എവിടേക്ക് വരുന്നത് ബാങ്കിലേക്ക് വരണം. ദാറ്റ് ഇസ് എ കം ഇൻട്രസ്റ്റ്. കം ഇൻട്രസ്റ്റിൽ ഇങ്ങനെയാണ് നമ്മൾ കോട്ട് ചെയ്യേണ്ടത്. സോ ലിസൺ, കം ഇൻട്രസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ holding as in on debenture, that is a cost debenture. Cost debenture means price paid minus interest for the expiry period, and interest debenture an amount paid. That is the logic of the cum interest quotation. Okay, and here the same logic we are using the on debenture. That means price paid minus interest. Price paid is 300 into 98. 98 is the purchase price. 29,400. Then interest, calculating the interest 900. 29,400 minus 900, that is the on debenture 28,500. Then interest debenture is a 900. It's a bank account is 29,400. Okay, so that is the entry regarding the cum interest. And X interest point of view, what is the entry? As an X interest point of view, on debenture means price paid for the debentures, and there is a price paid means cost debenture means price paid, normal price paid, then interest and total. So as per the X interest point of view, the price paid 29,400, the interest is 900, and the bank account it is 30,000. Okay, the 30,300. 30,300. ആ ഒരു ചേഞ്ച് ആണ് വരുന്നത്. ഇവിടെ ഡിബഞ്ചറിൻ്റെ വാല്യൂ എഴുതുമ്പോൾ കം ഇൻട്രസ്റ്റ് ഡിബഞ്ചറിൻ്റെ വാല്യൂ എഴുതുമ്പോൾ ഇൻട്രസ്റ്റ് കുറച്ചിട്ട് എഴുതണം. ഇവിടെയാണെങ്കിൽ മൊത്തമായിട്ട് എഴുതി കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു ചേഞ്ച് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. സോ ഹിയർ ദർ ഇസ് 29,400 മൈനസ് 9, ഇൻട്രസ്റ്റ് കുറച്ച് എഴുതണം. 28,500 ആയിട്ട് വരുന്നുള്ളൂ. ഇൻട്രസ്റ്റ് സെയിം ആണ്, 900 ആണ്. ബാങ്ക് അക്കൗണ്ട് 29,400 വരുന്നു. ബാങ്ക് അക്കൗണ്ടിലേക്ക് 29,400 വരുന്നു. സോ 28,500, ഇൻട്രസ്റ്റ് 900 ആൻഡ് 29,400. എക്സ് ഇൻട്രസ്റ്റ് വരുമ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ പ്രൈസ് മുഴുവൻ എഴുതി കാണിക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് 29,400 മുഴുവനായിട്ട് എഴുതി കാണിക്കാനായിട്ട് സാധിക്കും. ബിക്കോസ് ദ റീസൺ ഈസ് എക്സ് ഇൻട്രസ്റ്റ് പോയിന്റ് കോസ്റ്റ് ഡിബഞ്ചർ മീൻസ് പ്രൈസ് പെയ്ഡ് ആണ്. ഇൻട്രസ്റ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല, പ്രൈസ് പെയ്ഡ് തന്നെയാണ്. അപ്പോൾ ആ പ്രൈസ് പെയ്ഡ് ഇസ് 29,400, ദെൻ ഇൻട്രസ്റ്റ് 900 ആൻഡ് 30,300. Okay, that is X interest point of view the entry. So these are the two situations. One is the cum interest point of view and the X interest point of view. And the second question, a limited purchase, it's on 12% debentures or rupees 30,000, face value rupees 100 at rupees 98 on 1st April 2009. Interest is payable on 30th June and 31st December in every year. Give the journal entries for the cancellation of the debentures were purchased on if the quotation is cum interest and X interest. The company closed its book on 30th December. സെയിം ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതേ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷേ ചേഞ്ച് ഈസ് ദ ഗീവ് ദ ജേർണൽ എൻട്രി ഫോർ ദ ക്യാൻസലേഷൻ. ഇവിടെ ക്യാൻസലേഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ക്യാൻസലേഷൻ പോയിന്റ് ഓഫ് വ്യൂ, that is a cum interest and the X interest. There is a cancellation point of view. Cum interest point of cancellation chance for the profit. Cancellation ലാണ് പ്രോഫിറ്റ് വരാനുള്ള പോസിബിലിറ്റി. As a debenture account, that's a cost debenture, to interest on debenture, to bank, to profit on the redemption of debentures.
As a debenture means here the original cost debenture value is the original cost debenture. But E entry can be important because there is a cancellation. Cum-Interest point of view, there is a cancellation. And there is a ex-interest point of similar one, there is a cancellation. Debenture account, the interest on debenture, bank account, and the profit on redemption. Same entry Cum-Interest, ex-interest, only figure changes. Okay, let us discuss the journal entries here. The first journal entry. The first you calculate the number of debentures. Number of debentures calculate 30,000 total debenture value. Face value 100 and 300 debentures ആണ് വന്നിട്ടുള്ളത്. അത് വാങ്ങിക്കുന്നത് 98 rupees ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. 98 രൂപയ്ക്കാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത്. Okay. So the first cum-interest point was the entry 12% debenture account debtor, interest on debenture account debtor, to bank account, to profit on redemption of the debenture. And 12% debenture എഴുതേണ്ടത് original cost debenture ആണ് ഇപ്പോൾ നമ്മൾ എഴുതുക. So original cost debenture 30,000, that's original cost debenture. And interest debenture already calculated നമ്മൾ വെച്ച് നേരത്തെ പ്രോബ്ലം അതേ സ്റ്റെപ്സ് തന്നെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. That's 30,000 into 12 by 100 3 by 12. 3 മാസം വരുന്നത് 900 ആണ് ഇൻട്രസ്റ്റ്. So that's 30,900 is your interest. And here there is another bank account. Bank account നമ്മൾ എഴുതുക amount purchase price ആണ് എഴുതുക 300 into 98 ആണ് purchase price വരുന്നത് 29,400 ആണ്. ബാക്കിയുള്ള ബാലൻസ് ഫിഗർ ആണ് അതിന്റെ പ്രോഫിറ്റ്. 1,500 is a profit on the redemption. Is a balance figure ആണ് എപ്പോഴും വരാം. 1,500 is a profit. That is a cum-interest point of view. Cum-interest point of view journal entry ഇതാണ് നമ്മൾ എഴുതാറ്. 12% debenture, interest on debenture, to bank, to profit on redemption of debenture. 12% debenture means it's the original cost of debenture. Original cost ആണ് എഴുതുന്നത് 30,000 ആണ് original cost debenture. That interest നമ്മൾ already calculate വെച്ചിട്ടുണ്ട്. 30,000 ആണ് interest calculate ചെയ്യുക. First April തൊട്ട് then June വരെയാണ് നമ്മുടെ interest വരുന്നത്. First interest വരുന്നത് 30,000 into 12 by 100 into 3 by 12. That's the 900. Interest is the 900. Then to bank account. Bank account നമ്മുടെ amount paid for the purchase ആണ്. So 300 shares into 98, 29,400. So the profit is 1,500. That's a cum-interest point of view. And ex-interest point of same entry, 12% debenture, interest on debenture, to bank, to profit on redemption of debenture. The same entry as per the cum-interest. The change is only the bank account മാത്രം change വരുന്നില്ല. 12% debenture, the amount is 30,000. Interest on debenture, that's interest debenture 900. Bank account, the bank account the amount paid for the purchase plus interest amount എഴുതണം. That means 29,400 plus 900, that is interest 30,300 വരും. ഇവിടെ നമ്മൾ പർച്ചേസ് പ്രൈസ് മാത്രമേ എഴുതുള്ളൂ. ഇവിടെ വരുമ്പോൾ എക്സ് ഇൻട്രസ്റ്റിൽ 29,400 plus the 900, 30,300. The remaining balance ആണ് നമ്മുടെ പ്രോഫിറ്റ്. ദാറ്റ്സ് 600 is a profit on the redemption of the debenture. അപ്പോൾ ഈ ഒരു ചേഞ്ച് മാത്രമാണ് ഇമീഡിയറ്റ് ക്യാൻസലേഷൻ ഒരു ബാങ്ക് അക്കൗണ്ടിൽ എഴുതുന്ന എമൗണ്ടിൽ മാത്രമേ ആ ചേഞ്ച് കാണിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ദാറ്റ്സ് പെർ ദ ഇമീഡിയറ്റ് ക്യാൻസലേഷൻ ആസ് പെർ ദ കം ഇൻട്രസ്റ്റ് ആൻഡ് ദ എക്സ് ഇൻട്രസ്റ്റ്. അവിടെയാണ് പ്രോഫിറ്റിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുക. ലെറ്റ് മീ കൺക്ലൂഡ്. ദ ഫസ്റ്റ് വി ഡിസ്കസ് വാട്ട് യു മീൻ ബൈ ദ ടേം ഈസ് യുവർ ദ കം ഇൻട്രസ്റ്റ്. ദ കം ഇൻട്രസ്റ്റ് മീൻസ് ഇറ്റ്സ് എ inclusive of the interest. The price paid by the company for the debentures include the interest for the expiry period. The term is known as your the cum-interest. So the cost debenture means price paid minus interest for the expiry period. The normally two situations as per the cum-interest, there is immediate cancellation and there is holding as investment. And immediate cancellation part നമുക്ക് പ്രോഫിറ്റ് വരാനുള്ള പോസിബിലിറ്റീസ് എപ്പോഴും കൂടുതലാണ്. ആൻഡ് ഹോൾഡിംഗ് ആസ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റിന്റെ ചാൻസ് കുറവാണ്. പ്രോഫിറ്റ് എന്ന കൺസെപ്റ്റ് ഉണ്ടായിരിക്കില്ല. And ex-interest, let's say exclusive of interest. That means does not include the interest for the period. അതിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ടാവില്ല. The term is known as your the ex-interest. And the cost of debenture means here the price paid. എന്താണ് പ്രൈസ് പേ ചെയ്യുന്നത്, അതാണ് അവിടുത്തെ കോസ്റ്റ് ഡിബഞ്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദി സെയിം സിറ്റുവേഷൻ ആസ് പെർ എക്സ്-ഇൻട്രസ്റ്റ്, സോറി കം-ഇൻട്രസ്റ്റും അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇതിൽ വരാം. വൺ ഈസ് ഇമീഡിയറ്റ് ക്യാൻസലേഷൻ, അനദർ വൺ ഈസ് എ പർച്ചേസ്ഡ് ആസ് ഇൻവെസ്റ്റ്മെന്റ്. എൻട്രീസ് ഒക്കെ സെയിം തന്നെ, ഓൺലി ഫിഗേഴ്സ് എഴുതുമ്പോൾ മാത്രമേ ചേഞ്ചസ് അവിടെ കോട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഫിഗറിൽ മാത്രം ചെറിയ ചേഞ്ചസ് വരുന്നു. ദിസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് യുവർ ദ ഹോൾഡിംഗ് ആസ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഹോൾഡിംഗ് ആസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണത്, കാരണം അവിടെ ക്യാൻസലേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഹോൾഡിംഗ് ആസ് ഇൻവെസ്റ്റ്മെന്റ് അസ്യൂം ചെയ്യുന്നു. ദെൻ കം-ഇൻട്രസ്റ്റ് പോയിന്റ് ഓഫ് എൻട്രീസ്, ദെൻ എക്സ്-ഇൻട്രസ്റ്റ് പോയിന്റ് ഓഫ് എൻട്രീസ് എഴുതുന്നു. ദെൻ ഇവിടെ ഓൺ ഡിബഞ്ചറിലാണ് അതിന്റെ മാറ്റം കാണാനായിട്ട് സാധിക്കും. ഓൺ ഡിബഞ്ചറിൽ കം-ഇൻട്രസ്റ്റ് എഴുതുമ്പോൾ അത് കുറച്ച് എഴുതണം, ഇൻട്രസ്റ്റ് എമൗണ്ട് കുറച്ച് എഴുതണം. എക്സ്-ഇൻട്രസ്റ്റ് മൊത്തമായിട്ടുള്ള എമൗണ്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ആ ഒരു ചേഞ്ച് മാത്രമാണ് അവിടെ സംഭവിക്കുക. കം-ഇൻട്രസ്റ്റിലും എക്സ്-ഇൻട്രസ്റ്റിനും ഓൺ ഡിബഞ്ചറിലാണ് ചേഞ്ച് വരുന്നത്, എവിടെ ഹോൾഡിംഗ് ആസ് ഇൻവെസ്റ്റ്മെന്റ്.
And as per the immediate cancellation, second question is immediate cancellation. Immediate cancellation point changes happened. Change സംഭവിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലാണ്. ഈ ബാങ്ക് അക്കൗണ്ടിലാണ് ചേഞ്ച് വരിക. കം ഇൻട്രസ്റ്റ് ഇവിടെ പർച്ചേസ് പ്രൈസ് മാത്രം കാണിച്ചാൽ മതി. എക്സ് ഇൻട്രസ്റ്റ് വരുമ്പോൾ പർച്ചേസ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് അടക്കം കാണിക്കണം. ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും അതിൻ്റെ പ്രോഫിറ്റ് ആയിട്ട് മാറുക. ബാലൻസ് എമൗണ്ട് ആണ് അതിൻ്റെ പ്രോഫിറ്റ് ആയിട്ട് മാറുന്നത്. ദാറ്റ്സ് പെർ ദ ദിസ് ഇസ് ദ സിറ്റുവേഷൻ റിഗാർഡിംഗ് ദ holding as a investment. Immediate cancellation as per the Cum-Interest and the X interest. Okay, anyway, thank you so much, and thank you for watching me.